കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഈ വർഷത്തെ ഓണാഘോഷവും സിഡിനെറ്റ് ടവറിൽ ഓഫീസിന്റെ പ്രവർത്തനവും നടത്തി. കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകൻ, ചലച്ചിത്ര ഗാന നിരൂപകനുമായ ഡോക്ടർ സജിത്ത് ഏബൂരേത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കലാപരിപാടികളും ഓണസദ്യയും ഓണവിനോദ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഈ വർഷത്തെ ഓണാഘോഷവും സിഡിനെറ്റ് ടവറിലെ ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ലേസർ മാലി, മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് ഭദ്രദീപ പ്രോജ്വലനം നടത്തി. തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാർ നിർവഹിച്ചു. ഞാൻ കായംകുളം ഡിവൈഎസ്പി ആയിട്ട് ചാർജ് എടുത്തിട്ട് ഇന്നേക്ക് 40 ദിവസം കഴിയുന്നേ ഉള്ളൂ. അതിനിടയിൽ തന്നെ എൻ്റെ ഒരു 15ഓളം പ്രോഗ്രാം നമ്മുടെ സിഡിനെറ്റ് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബോധവൽക്കരണ ക്ലാസ്സും അവയർനെസ് പ്രോഗ്രാംസും ഒക്കെ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. SPC എന്ന് പറഞ്ഞ പ്രോഗ്രാംസ്, എക്സൈസിൻ്റെ വിമുക്തി എന്ന് പറഞ്ഞ പ്രോഗ്രാംസ്, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നാളെ ഭാവിയിലെ ഏറ്റവും ഉദാത്ത പുരുഷന്മാരായിട്ട് മാറാൻ ഓരോ കുട്ടിക്കും കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ആ രീതി അവലംബിച്ചു വരുന്നത്. നമ്മളൊക്കെ എപ്പോഴും എന്താണോ നമ്മളൊരാൾക്ക് കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടാറുള്ളൂ. നമ്മുടെ അച്ഛനെയും അമ്മയും എന്തുമാത്രം കേമത്തരത്തോടെ നോക്കുന്നോ അതിൻ്റെ 7 ഇരട്ടി അല്ലെങ്കിൽ 70 ഇരട്ടി ആയിരിക്കും നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നത്. ഇന്നത്തെ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷയൊന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം നമ്മളിൽ മിക്കവരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുക, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുമായിട്ട് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നൊരു ചൊല്ലുണ്ട്, മാൻ പ്രൊപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ്. മനുഷ്യൻ കൊതിക്കുന്നു, ദൈവം വിധിക്കുന്നു. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ദൈവം ഒരു ശക്തിയുണ്ട്. ആ ശക്തി തരുന്ന കുറേ റിസൾട്ടുണ്ട്, കോൺസിക്വൻസസ് ഉണ്ട്. അത് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മളെ നിർത്തിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും അത് തന്നെയാണ്. മാതാപിതാ ഗുരു ദൈവം. ജന്മം തന്ന അമ്മയും അച്ഛനും, അക്ഷരം ചൊല്ലിത്തന്ന ഗുരുക്കന്മാരും, നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളും, ഈ 4 ശക്തികളെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞും വഴി തെറ്റിയിട്ടില്ല. ഇനി ഒരു കുഞ്ഞും വഴി തെറ്റാനും പോകുന്നില്ല. ഓണാട്ടുകരയുടെ അഭിമാനമാണ് സിഡിനെറ്റ് എന്നും വാർത്ത, വിനോദ, വിവരവിനിമയ രംഗത്ത് വിസ്മയം സൃഷ്ടിക്കുന്ന പ്രകടനമാണ് സിഡിനെറ്റ് നടത്തുന്നതെന്നും ഡിവൈഎസ്പി പറഞ്ഞു. നാടിൻ്റെ ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്തുന്നതാണ് ഓണാഘോഷ പരിപാടികളെന്നും അദ്ദേഹം പറഞ്ഞു. ചെയർമാൻ ലേസർ മാലി അധ്യക്ഷത വഹിച്ചു. ഇന്നെന്തായാലും ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ചിങ്ങമാസത്തിൽ തന്നെ നമ്മുടെ ഓഫീസ് ഇങ്ങോട്ട് മാറ്റി പ്രവർത്തനം തുടങ്ങുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ശ്രീ ബിനുകുമാർ സാറ് ഇവിടെ നിർവഹിക്കുന്നത്. തുടർന്ന് നമ്മുടെ കൺട്രോളും വരുന്ന അടുത്ത സമയത്ത് തന്നെ, ഏകദേശം ഈ ഓണം കഴിഞ്ഞാൽ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും സിഡിനെറ്റ് ഇവിടെ പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വളരെ കാലത്തെ ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സിഡിനെറ്റ് എന്ന് പറയുന്ന ഈ സിഡിനെറ്റ് സമുച്ചയം. ഇവിടെ ഒരു ബിൽഡിംഗ് പണിയാനും അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാനും വളരെ കഷ്ടപ്പാടോടുകൂടി നമ്മളത് സാധിക്കുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടനം ഏപ്രിൽ മാസം 27-ാം തീയതി നടന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ ഓണാഘോഷ പരിപാടി ആഘോഷിക്കുന്ന സമയം തന്നെ ഇവിടെ ഇങ്ങനെ ഓഫീസ് മാറാൻ കഴിഞ്ഞതിലും ഇവിടെ ഇങ്ങനൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. അധ്യാപകനും ചലച്ചിത്ര ഗാന നിരൂപകനുമായ ഡോക്ടർ സജിത്ത് ഏബൂരേത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷിയാണ് പ്രധാനം. നമുക്കറിയാം, ഓണത്തിന് മുമ്പാണ് കൊയ്ത്ത് പണ്ട് കാലത്ത്. അതുകൊണ്ടാണ് പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പടിഞ്ഞാറേ പൂപ്പാടം. കറക്റ്റ്. അപ്പോൾ അങ്ങനെ അറയും പറയും നിറയ്ക്കുന്ന ആഹ്ലാദവേളയാണ്. എല്ലാ വസ്തുക്കളും പ്രകൃതി, അതുപോലെ പ്രകൃതിയുടെ ഉത്സവമാണ്. പ്രകൃതിയിലെ വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വരുന്ന പൂവാണ്. പണ്ട് കുട്ടികൾ തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും ഒക്കെ വൈകുന്നേരങ്ങളിൽ നടന്ന് പൂവട്ടികളിൽ നിറച്ച് അത് കൊണ്ടുവന്നാണ് ഇത് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഉത്സവം കൂടിയാണ് ഓണം. എല്ലാ പൂക്കളുണ്ടാകുന്ന എല്ലാ ചെടികളും ഓണക്കാലത്ത് പൂക്കും, പുഷ്പിക്കും. പല നിറത്തിലുള്ള പൂക്കൾ അനേകമുണ്ടാകും. അപ്പോൾ കൃഷിയുടെ ഉത്സവമാണ്, പ്രകൃതിയുടെ ഉത്സവമാണ്, സമത്വത്തിൻ്റെ ഉത്സവമാണ്, ആഹ്ലാദത്തിൻ്റെ ഉത്സവമാണ്. ഇനി മലയാളത്തിൻ്റെ ഉത്സവമാണ്. കാരണം
ചിങ്ങം 1 മലയാളത്തിൻ്റെ പിറവി. മലയാള മാസം തുടങ്ങുന്നത് ചിങ്ങം 1 അപ്പോൾ മലയാളത്തിൻ്റെ ഉത്സവമാണ്. തോറ്റവൻ, ചവിട്ടിത്താഴ്ത്തപ്പെട്ടവൻ ഒരു കാലത്ത് തിരിച്ചു വരിക തന്നെ ചെയ്യും. എല്ലാ മനുഷ്യരെയും എല്ലാ കാലത്തും ചവിട്ടിത്താഴ്ത്താൻ കഴിയില്ല. ചവിട്ടിത്താഴ്ത്തപ്പെടുന്നവർ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ വലിയൊരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ ഉത്സവമാണ്. പൂക്കളും പൂവിളികളും നിറപ്പകട്ടാക്കുന്ന പ്രകൃതിയുടെ ഉത്സവമാണ്. വറുതിയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഉത്സവമാണ്. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന അതിൻ്റെ പാരസ്പര്യത്തിൻ്റെ ഉത്സവമാണ്. ഓണാഘോഷത്തിൽ കലയും സംസ്കാരവും ഇഴചേർന്നിരിക്കുന്നുവെന്നും മലയാളിയുടെ ഓണത്തോടുള്ള വിഭിന്നമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്നതാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ ഓണപ്പാട്ടുകളെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് സീഡിനെറ്റിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ, സീഡിനെറ്റിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചവർ എന്നിവരെ ആദരിച്ചു. ഇതിനുശേഷം കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയും നടന്നു. சொப்பன சுந்தரி உங்க சோகம் கலிக்கும் கலிக்கும் மந்திரி ஏனண்டா சொப்பன சுந்தரி உங்க சோகம் கலிக்கும் கலிக்கும் மந்திரி சொப்பன சுந்தரி நான் தானே சொப்பன லோகம் நீதானே சொப்பன சுந்தரி நான் தானே സന്ധ്യാരാഗവും തീരവും കേളികൊട്ടുയരുന്ന കേരളം കേളികദംബം പൂക്കും കേരളം കേരളി സദരമാവൻ കേരളം 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 കേരളം. കായംകുളം സീഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ റിയാസ് നൈനാരേത്ത് നന്ദി പറഞ്ഞു.